എല്ലാ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി. ഇതിനകത്ത് ഒന്ന് ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കല ടീച്ചർ പറഞ്ഞ ആ ഒരു നായർ നറേറ്റീവ്, നാരായണ ഗുരുവിനെ കുറിച്ചുള്ളത് കുറച്ച് വിവാദം ഉണ്ടായൊരു സാധനമാണ്. അത് കുറച്ച് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്താണ് കൊല്ലം എസ് എൻ കോളേജിൽ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ചേകന്നൂർ മൗലവിൻ്റെ ഗതി ആവുമോ എനിക്കെന്ന് ഞാൻ ചോദിച്ചു അന്നേരം. കാരണം എന്താ വെച്ചാൽ അത് പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നോവലല്ലേ പോരുന്നു. അങ്ങനെയാണ് അവിടെ പോയത്. അപ്പം അത് വളരെ മനോഹരമായിട്ട് അവർ കൈകാര്യം ചെയ്ത ആ ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട്. കല്യാണിയുടെ ചർച്ചയായിരുന്നു. അതൊരു നായർ നറേറ്റീവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി അംഗീകരിക്കില്ല എന്നുള്ളൊരു സാധനമാണ്. അതായത് നാരായണ ഗുരു ഈഴവൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് സമാധി ആവാനുള്ള റൈറ്റ് ഇല്ല, അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അതിനൊരു ബ്രാഹ്മണിക്കൽ സാധനം അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് എനിക്ക് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജാതിയോട് എതിർക്കുന്നതാണ്. അപ്പം ഞാൻ ഈ നറേറ്റീവ് കേട്ടിട്ടുണ്ട്. അതിൽ ദാക്ഷായണിയുടെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ വാക്യം കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് സത്യം പറഞ്ഞാൽ കല്യാണി അത്രയൊന്നും ഫിക്ഷൻ അല്ല. കല്യാണിയിൽ കുറേ കൂടി സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫിക്ഷൻ കംപ്ലീറ്റ് ഇതാണ്. ഇത് മുഴുവനായിട്ട് ഈ പറഞ്ഞ പോലെ അയുക്തിയും നുണയും ഒക്കെയാണ്. പക്ഷെ കല്യാണി അങ്ങനെയല്ല. ഈ സാധനം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പം അത് കേട്ടിട്ട് നമ്മളിങ്ങനെ സ്റ്റണ്ടായി പോയതാണ്. കാരണം അവരും ആ സമയത്ത് അതേ അനുഭവമാണ് അവർക്കുള്ളത്. അപ്പം ആ കേൾക്കുന്ന സ്ത്രീയെയും എന്നെയും കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ് ഉണ്ട്. കാരണം അവരൊരു ഈഴവ സ്ത്രീയാണ്, എൻ്റെ അച്ഛനൊരു ഈഴവനാണ്. അപ്പം അതുണ്ടാക്കുന്നൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് കാസ്റ്റിലേക്ക് വീഴുക എന്ന് പറയുന്നത് വല്ലാത്തൊരു, നമ്മൾ അതുവരെ ഫേസ് ചെയ്യാത്ത സാധനങ്ങളെയാണ് പിന്നെ ഫേസ് ചെയ്യേണ്ടി വരിക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ചെറിയ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് പണ്ട് ഇന്ത്യയിൽ ശൈശവ വിവാഹമൊക്കെ ഉണ്ടായത്. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. 10-35 വയസ്സായി കഴിയുമ്പോഴേ ബോധം വരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അത് അനീതി വന്നു, ആ ഒരു സാധനമുണ്ട്. അതായത് തിരിച്ചറിവ്, അത് വിദ്യാഭ്യാസം ഉണ്ടായാലും അങ്ങനെ വരും. പഠിപ്പിച്ചാലും ചിന്തിക്കും, ഇങ്ങനെയല്ലല്ലോ, എൻ്റെ ലൈഫ് കുറേ കൂടി മെച്ചപ്പെട്ടതാവണമല്ലോ. അപ്പം അത്തരത്തിലുള്ള ചിന്തയും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വിഭാഗത്തിനെ ഇടിച്ചു താഴ്ത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ കരുതുന്നു. പക്ഷേ ഈ സാധനം കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു മരവിപ്പായിരുന്നു. അവർ ഷെയർ ചെയ്ത ആ അനുഭവത്തിൻ്റെ ഒരു കഷ്ണമാണ് എനിക്കും വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആ ഒരു വാക്യം കേട്ടപ്പോൾ. കാരണം ഒരിക്കലും നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു സംഗതിയും കൂടി ഉണ്ട്. ഇത് അടുത്ത മണവാട്ടിയിൽ വരുന്നതായതുകൊണ്ടാണ് ഇത് പറയാത്തത്. അതുപോലെ ഉണ്ടായൊരു അനുഭവമാണ്. വയലാർ ദേവരാജൻ ടീമിനെ മുൻനിർത്തി കൊണ്ടുള്ളൊരു പരാമർശമായിരുന്നു അത്. അതായത് ഇപ്പം അച്ഛൻ്റെ പേര് പറയുമ്പം മാഷ്, കണ്ണൂർ പൊതുവെ മാഷ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. അത് മാഷായാലും, അതായത് ക്ലാസ് പഠിപ്പിക്കുന്ന സാറായാലും മാഷ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾക്കെങ്ങനെ അറിയാം അവിടെ എത്തിയാൽ എന്ത് പറയണം. ഇപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് രാജപ്പൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ രാജപ്പൻ മാഷിൻ്റെ വീട് അന്വേഷിച്ചാൽ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, മാഷെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ ഒരു ആൾക്കാരെയാണ് പറയുക. ഇങ്ങനെയാണ് പറഞ്ഞത്. കേട്ടിട്ടില്ലേ വയലാർ ദേവരാജൻ മാഷ് എന്ന്? ഞാൻ ഈ പറഞ്ഞ തകർന്നു. ആരെ കൊണ്ടാണ് ഈ പറയുന്നത്? അതായത് നമ്മൾ ഇത് ഈ സംഭവം നടക്കുന്നത് 2005 ആലോചിക്കണം. 20 വർഷം ആ ഒരു എന്താ പറയുക, നമ്മൾ ഏതോ അനുഭവത്തിൽ നിന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരോട്. പക്ഷെ തലയും കുത്തിയിട്ട് നമ്മൾ വീഴുന്ന ചില അവസ്ഥകളുണ്ട്. അതുപോലത്തെ ഒന്നും പറയാനില്ല. അതൊരു ഹയർ സെക്കൻഡറി സ്റ്റാഫ് റൂമാണെന്നും കൂടി ആലോചിക്കാം. എങ്ങനെയാണ് ഈ സാധനം വരുന്നത്? അപ്പം അതിലേക്ക് ഇനി കമൻ്റ് ഇല്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതാണ് ആൾക്കാരുടെ മനോനില. അപ്പം അതുകൊണ്ട് തന്നെ അതൊട്ടും ഫിക്ഷനല്ല. നാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട സാധനം, ആ നറേറ്റീവ് ഉണ്ട്. കൊല്ലത്ത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ നറേറ്റീവ് കേൾക്കാം. അത് സമാധിയല്ല എന്നുള്ള സാധനം. അപ്പോൾ അതങ്ങനെ. പിന്നെ എന്താണ്, സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഏത് മനുഷ്യനും സ്വന്തം സ്വത്വത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടാകും ഉള്ളിൽ. അത് ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. അത് പരിക്കേറ്റവരും മുറിവേറ്റവരും അശരണരും ഒക്കെ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വത്തുമുണ്ട് അതിനകത്ത്. നിഷ്കാസിതരും നാളെ തോൽക്കേണ്ടവരും ഒക്കെ ആയിട്ടുള്ളത്. അത് കുറച്ച് അധികം പറയേണ്ട ഒരു സാധനമാണ്. എന്നാൽ ഒറ്റ കാര്യം മാത്രം പറയാം. ഒരു മദ്യപാന സദസ്സ് സങ്കല്പിക്കുക, പുരുഷന്മാർ മാത്രമുള്ളൊരു മദ്യപാന സദസ്സ്. അവിടെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു, വാക്കുകൾ ഉപയോഗിക്കുന്നു, ഡബിൾ മീനിങ്ങിലുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഇതൊക്കെയും ആ ഭാഷയുടെ മുകളിലുള്ളൊരു ഹോൾഡ് വെച്ചിട്ടും കൂടിയാണ് ചെയ്യുന്നത്. വളരെ ആ ഭാഷയ്ക്ക് മുകളിൽ തങ്ങൾക്കൊരു അധികാരമുണ്ട്. ആണിൻ്റെ ഭാഷയാണ്. അല്ലെങ്കിൽ ഭാഷ ഒരു പാട്രിയാർക്കി സമൂഹത്തിൽ ഭാഷ ആണിൻ്റെതാണ്, ആണിൻ്റെ ടൂളാണ്. സൗന്ദര്യത്തെ ചിത്രീകരിക്കാനും ചിന്തിക്കാനും ഒക്കെ ആണിൻ്റെ ഭാഷയാണുള്ളത്. അതാണല്ലോ
അധികാര ഭാഷയാണ്. സാമൂഹികാധികാരം പുരുഷൻ്റെതാണ്, അവൻ്റെ ഭാഷയാണ്. അതിനകത്ത് നിന്നുകൊണ്ടാണ് സ്ത്രീ ചിന്തിക്കേണ്ടി വരുന്നത്, സ്ത്രീ എഴുതേണ്ടി വരുന്നത്. അവൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ. ഇതിപ്പോൾ വെയിറ്റ് കുറച്ചൊന്നും തരില്ലല്ലോ. അതായത് അത് പിന്നെ 80 കിലോയുടെ വെയിറ്റ് ആണെങ്കിൽ ആ 80 കിലോയുടെ വെയിറ്റ് എടുത്തിട്ട് തന്നെയാണ് സ്ത്രീയും പൊക്കേണ്ടത് ഭാഷ ഉപയോഗിക്കുമ്പോൾ. പക്ഷെ അതിനകത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനേ പറ്റൂ. പക്ഷേ ഏറിയോ കുറഞ്ഞോ ആൺഭാഷയുടെ അവകാശികളാണ് സ്ത്രീകൾ. കാരണം ഈ ഒരു സമൂഹത്തിൽ അവരുണ്ട്. ആ ആൺഭാഷ അവർ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ നമ്മളും കൈകാര്യം ചെയ്യുന്നുണ്ട്. സുന്ദരിയായുള്ളൊരു സ്ത്രീയെ സങ്കല്പിക്കേണ്ടി വരുമ്പം ആണ് സങ്കല്പിക്കുന്ന പോലെ അതേ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് പെണ്ണും സങ്കല്പിക്കാൻ സാധ്യതയുള്ളത്. അപ്പം സാറാ ജോസഫിൻ്റെ മറ്റേ ഇതാണ് ഒതപ്പ് നോക്കിയാൽ മാർഗലീത്ത എന്ന് പറയുന്ന കഥാപാത്രം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്, ഊരുകാവലിലെ താര ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. സൗന്ദര്യം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സ്ത്രീയെ പറയുന്ന സമയത്ത് പുരുഷൻ ചിത്രീകരിച്ചിരിക്കുന്ന കോണുകൾ, ആ ആംഗിളുകളിൽ കൂടി തന്നെയാണ് സ്ത്രീയും ക്യാമറ വയ്ക്കുക പലപ്പോഴും സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം മുടിയാണെങ്കിലും ഇപ്പം വൈലോപ്പള്ളി വീണതൻ കുടം പോലാം നിതംബം എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ സൗന്ദര്യം വൈലോപ്പള്ളിയുടെ ആരാധകർക്കും തിരിയും, സ്ത്രീകൾക്കും തിരിയും. അതൊരു കോമൺ സാധനമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പുരുഷൻ്റെ അധികാരത്തിലുള്ള ഭാഷയിൽ സ്ത്രീ എങ്ങനെയൊക്കെ എത്തിപ്പിടിച്ചിട്ടൊരു ഹോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മദ്യപാന സദസ്സിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയുടെ ഒരു പ്രഹരശേഷിയുണ്ട്. അങ്ങോട്ടേക്ക് സ്ത്രീക്ക് എൻട്രി ഉണ്ടാവില്ല. അവരുടേതായിട്ടുള്ളൊരു ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഭീകര ലോകം രൂപപ്പെടും. ഭീകരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തായാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സംഹാരാത്മകമായ ഒന്നാണ്. പിന്നെ അവൾ വേണമെങ്കിൽ എത്തിക്കുത്തി പോയിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടും പൊടിയൊക്കെ നമുക്ക് ആ ഭാഷയുടെ ഇത് മനസ്സിലാവും. ഇവർക്ക് രണ്ടുപേർക്കും കൂടി കോമൺ ആയിട്ടുള്ള ഈ സ്വത്തിൻ്റെ മുകളിൽ തേർഡ് ജെൻഡറിന് യാതൊരു റൈറ്റും ഇല്ല. ആണിൻ്റെ ഭാഷ പെണ്ണ് ഉപയോഗിക്കും, പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയ്ക്ക് മുകളിൽ യാതൊന്നുമില്ല. അപ്പോൾ അവർ നീ എന്താണ് ഈ രണ്ടും കെട്ട കളി കളിക്കുന്നത് എന്ന് ആ പിന്നെ മദ്യപിക്കുന്ന കൂട്ടത്തിൽ ഒരുത്തനും മറ്റവനോട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാം. അവനോട് ഇരുന്ന് ചിരിക്കും. കാരണം അവന് ഉറപ്പുണ്ടല്ലോ അയാൾ പുരുഷനാണെന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല. സ്ത്രീക്കും അത് കേട്ടിട്ട് വേണമെങ്കിൽ ചിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടിൽ അവൾ പെടുമല്ലോ. രണ്ടും കെട്ടാന്ന് പറഞ്ഞാൽ രണ്ടും അല്ലാത്ത ഒന്നാണല്ലോ. അപ്പോൾ ഈ രണ്ടിൽ പെടുന്നുണ്ട്. നമ്മളതിനകത്ത് നമ്മുടെ ഒരു ഇൻക്ലൂസീവ്നെസ് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്, നമ്മളതിനകത്തുണ്ട്. അതല്ലാത്തൊരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷ അവരുടേതാണെന്ന് തോന്നില്ല. ആ ഭാഷയിലെ സൗന്ദര്യം അവരുടേതാണെന്ന് തോന്നില്ല. ആ ഭാഷ ഉൾക്കൊള്ളുന്ന ചിന്താലോകം അവരുടേതല്ല. അവർ നിഷ്കാസിതരാണ്. ആ ഭാഷയിൽ നിന്ന് പുറത്താണ്, ഭാഷയുടെ സൗന്ദര്യ ലോകത്ത് നിന്ന് പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പുറത്താക്കപ്പെട്ട മനുഷ്യർക്ക് ആ പുറത്താക്കപ്പെട്ടവരുടേതായിട്ടുള്ളൊരു സ്വത്വത്തിനെ കുറിച്ചുള്ള കൺസേൺ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുണ്ടാക്കുന്ന രാജ്യം, ഞങ്ങളുണ്ടാക്കുന്ന ഭാഷ, അതാണ് ആ പണ്ട് പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ഭാഷ ഉണ്ടായിരുന്നു, ഒരു ഗോത്ര ഭാഷ ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സങ്കല്പം തന്നെ വരുന്ന അങ്ങനെയാണ്. ആലാഹയുടെ ഭാഷയൊക്കെ വരുന്ന വിഭാവനം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് മറ്റൊരു ഭാഷ, പുരുഷൻ അറിയാത്ത മറ്റൊരു ഭാഷ. അപ്പം ഈ തരത്തിൽ അറിവിൻ്റെ പരമാധികാരികളായിട്ട് സ്ത്രീകൾ ഇരുന്നൊരു കാലം വിഭാവനം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഇള എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം സങ്കല്പിക്കപ്പെടുന്നത്. പുരാണത്തിൽ പിന്നെ ബുധൻ്റെ മകളായിട്ട് ജനിക്കുമ്പം ഇളയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭാര്യയ്ക്ക് പെൺകുട്ടി വേണം, പിന്നെ ഭർത്താവിന് ആൺകുട്ടി വേണം. ബ്രഹ്മാവ് കൊടുക്കുന്ന വരം അനുസരിച്ചിട്ട് ഇത് പെൺകുട്ടിയായിട്ട് ജനിച്ച് പിന്നെ ആൺകുട്ടിയാക്കി, പിന്നെയും പെൺകുട്ടിയാക്കി, പിന്നെ ആൺകുട്ടിയാക്കി. ഒരു മാസം ഇളൻ, അടുത്ത മാസം ഇള, അതിനപ്പുറത്തെ മാസം ഇളൻ, പിന്നെ ഇള. ഇതാണ് കഥ. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്ന അടക്കം നമ്മൾ സംശയിക്കണം. കാരണം മഹാഭാരത കാലത്ത് ഈ ചാന്ദ്രമാസ കണക്കല്ല. അപ്പോൾ എങ്ങനെയാണ് മാസം കണക്ക് കൂട്ടുക? 28 ദിവസത്തിൻ്റെ കണക്ക് വരുന്ന എപ്പോഴാണ് നമ്മുടെ കലണ്ടറിലേക്ക്. അപ്പോൾ ആ കാലഗണന വേറെ ആയിരിക്കും. അതടക്കം പ്രശ്നമാണ്. അപ്പോൾ എത്ര കാലമാണ് ദ്രൗപദി ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടത്? കൃഷ്ണ 1 വർഷം എന്ന് പറയുന്നു. ആ 1 വർഷം എങ്ങനെ കണക്ക് കൂട്ടുക? അപ്പം അതുകൊണ്ട് മഹാഭാരതത്തിന് എടുക്കേണ്ടി വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കയറി വന്നപ്പോഴാണ് ആത്രേയത്തിൽ ഒരു ഋതുകാലം എന്നതിനെ മാറ്റിയത്. അതായത് ആത്രേയത്തിൽ ഒരു ഋതുകാലം എന്നേ ഉള്ളൂ. അത് ജൈമിനിയുടെ മഹാഭാരതം ആയതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വ്യാസനല്ലല്ലോ, വ്യാസനോട് നമ്മൾ സമാധാനം ബോധിപ്പിക്കണ്ട. ഋതുകാലം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം വർഷത്തിന് കണക്കെടുത്തിയത് മൊത്തത്തിൽ തെറ്റും. ഈ പറഞ്ഞ പോലെ യുക്തി പ്രവർത്തിച്ച് വരും. എന്നിട്ട് മാത്രേകത്തിനെ യുക്തി വെച്ചിട്ടാണ് ആൾക്കാർ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഈ പറയാൻ കാരണം ഇളയെ സമാധാനിപ്പിക്കുന്നത്, അതായത് ലിംഗപരമായിട്ടുള്ളൊരു കൺഫ്യൂഷനുള്ള ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ള ഈ ഇള എന്ന് പറയുന്നത് ശരിക്കും ആദ്യമേ തന്നെയുള്ള ഒരു ട്രാൻസ്ജെൻഡർ സ്വരൂപമാവാനാണ് സാധ്യത. അത് ഉൾക്കൊള്ളാത്ത മനുഷ്യരാണ് 1 മാസം ആണും 1 മാസം പെണ്ണും എന്നുള്ള രീതിയിൽ അതിനെ വിഭാവനം ചെയ്തത്. അവളുടെ ഡ്യൂട്ടി യാഗങ്ങൾ നടക്കുന്ന സമയത്ത് അഗ്നി ജ്വലിപ്പിക്കുന്നത് സൂപ്പർവൈസ് ചെയ്യലാണ്.
കാരണം ആ ഒരു അറിവ് കൊണ്ടാണ് അവൾക്ക് ജന്മനാ പറ്റിയിട്ടുള്ള, അതായത് പറ്റിയിട്ടുള്ള എന്നുള്ളത് ഉദ്ധരണിയിലാണ്, അവൾക്ക് ജന്മന ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ബ്രഹ്മാവ് കൊടുക്കുന്ന വരം അതാണ് ഈ അഗ്നി ജ്വലിപ്പിക്കുന്നത്, മോണിറ്റർ ചെയ്യുക സാധനത്തിനെ, അത് കറക്റ്റാണോ, ദിശ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതൊരു ജ്ഞാനാധികാരമാണ്. ആ സ്ത്രീക്ക് ഒരു ജ്ഞാനാധികാരം നൽകിക്കൊണ്ടാണ് അവൾക്കുണ്ടായ ആ ഒരു ഇടിച്ചിലിനെ പുരാണം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കതങ്ങനെ വ്യാഖ്യാനിക്കാം, കഥ ഇങ്ങനെയാണ്, പക്ഷെ കഥയുടെ പിന്നാമ്പുറം ഇത്തരത്തിലാണ് നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുക. ഈ ഗാർഗി മൈത്രേയി സങ്കല്പമൊക്കെ ഈ പദവിയുമായി ബന്ധപ്പെട്ട് ഇടിച്ചിലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിശാസ്ത്രങ്ങളാണ്. അവർക്ക് നല്ല ജ്ഞാനമുണ്ടായിരുന്നു. ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യവും കൂടി, അതായത് ശങ്കരാചാര്യർ ബ്രഹ്മചാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ലൈംഗിക കാര്യങ്ങളിൽ അറിവുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കാൻ വരുന്ന സ്ത്രീ ഉപയോഗിക്കുന്നത് ആ ഒരു അറിവ് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഈ തരത്തിൽ സ്ത്രീക്ക് മാത്രം വശമുള്ള ഒരു ഹീലിംഗ്, അതായത് നമ്മൾ ഈ യൂറോപ്യൻ കാലഘട്ടത്തിൽ വിച്ച് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കുറച്ചൊരു കുടുംബത്തിരിക്കാത്ത സ്ത്രീകളെയാണ് എറിഞ്ഞു കൊല്ലുന്നതും മന്ത്രവാദിനി വേട്ട നടത്തുന്നതും ഒക്കെ. അവർ പ്രവാചകകളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് ചികിത്സ വശമുണ്ട്, അവർ ഹീലേഴ്സാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ദുർമന്ത്രവാദിനികളുടെ ആവേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ക്രൂശിക്കുക പതിവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ തരത്തിലുള്ള ഗ്രീസിലും പൗരാണിക ഗ്രീസിലും ദേവാലയങ്ങളിൽ സ്ത്രീകൾ നടയിരുത്തപ്പെടാറുണ്ട്. അവരും ഹീലേഴ്സാണ്. അവർ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറ്റുന്ന ആൾക്കാരാണ്. അവിടുന്ന് അവരുടെ 30ാമത്തെ വയസ്സിൽ അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പണിയൊന്നുമില്ല. അപ്പോൾ അവർ അത്രയും കാലം ദേവാലയത്തിൽ താമസിച്ചിരുന്ന ഇവർ പിന്നീട് അവരുടെ പണി എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്, അതായത് ചികിത്സയാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക്കിലേക്ക് പോകും, അവരെ ഇതുപോലെ എറിഞ്ഞു കൊല്ലും. കുടുംബത്ത് പ്രവേശനമില്ല. കല്യാണം 2 തരത്തിലുള്ള സ്ത്രീകളിലേ ഉള്ളൂ പ്രാചീന ഗ്രീസിൽ. ഒന്നെങ്കിൽ വിവാഹിതരായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ദേവാലയങ്ങളിലേക്ക് പോകേണ്ടുന്ന ആൾക്കാർ. അപ്പം ഈ തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു തലമുറ ഉണ്ടായിട്ടുണ്ട്. അവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ കയ്യിൽ വൈദ്യം ഉണ്ട്, അവരുടെ കയ്യിൽ മന്ത്രവാദം ഉണ്ട്, അവരുടെ കയ്യിൽ ഹീലിംഗ് പവർ ഉണ്ടെന്നാണ്. ഹീലിങ്ങിനെയാണ് പറഞ്ഞ ചികിത്സ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. പേര് ഈ പുരാണത്തിലെ ഇളയുടെ പേരാണ് എടുത്തത്. ഒന്നും കൂടി അതിന് ഭൂമി എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട അതേപോലെ ഒരു ദ്രവീഡിയൻ പേര് വേണം എന്ന് പറയുന്ന ഒരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു. ഈ ബലൻ, ഇള, അങ്ങനെയാണ് അവർക്ക് പേരിട്ടിട്ടുള്ളത് ആ കാലത്ത്. അത് ചൂടകൻ മാത്രമേ അതിൽ നിന്നൊരു അധികാരി എന്നുള്ള രീതിയിൽ പേര് മാറ്റിയിട്ടിട്ടുള്ളൂ. അപ്പോൾ പേര് സെലക്ട് ചെയ്യുമ്പോൾ നിരമിത്രൻ എന്നുള്ള പേര് ഓൾറെഡി അവിടെ നകുലൻ്റെ മകനായ നിരമിത്രൻ അവിടെ ഉണ്ട്. ഭഗതത്തിൻ്റെ മകൻ്റെ പേര് നിരമിത്രൻ എന്നാണ്. മഹാഭാരതം പേര് നിരമിത്രൻ. അതിപ്പോൾ ആ സെർച്ച് ഹിസ്റ്ററി കണ്ടാൽ അറിയാം. അതായത് നമ്മളൊരു വാക്ക് എടുത്തിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര സെർച്ച് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് കാണാമല്ലോ. അത്രയേകം നിരമിത്രനൊക്കെ മരണ സെർച്ചാണ്. എന്താണിത് സംഭവം? ഒരു പേര്, അത്രയേ ഉള്ളൂ. ആ പേരിൻ്റെ അർത്ഥം ശത്രുക്കളില്ലാത്തവനാണ്. ഭയമില്ലാത്തവന് ശത്രുക്കളില്ല. പിന്നെ ഒരേ പേരുള്ള എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ കണ്ടാൽ മതി. അതിനകത്ത് വേറെ പ്രശ്നങ്ങൾ യാതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ സങ്കല്പിക്കുന്ന സമയത്ത് ഇള എന്ന് പേര് വേണം. അപ്പോൾ ഈ ഹീലേഴ്സിൻ്റെ ഒരു തലമുറ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൻ്റെ പുറകിലുണ്ട്. കാരണം അവർ ഒരിക്കലും കുടുംബജീവിതത്തിന് നിയുക്തരല്ല. അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവരുടെ ജ്ഞാനത്തെ ഉപയോഗിച്ച് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരാളിനെയാണ് ഇളയുടെ സ്ഥാനത്ത് സങ്കല്പിച്ചത്. പിന്നെ ഈ അധ്വാനം എന്ന് പറയുന്നത് മോശമില്ലാത്ത അധ്വാനം ഉണ്ടായിരുന്നു. സംസ്കൃതത്തിലാണ് ഈ കുജിമാരതന്ത്ര ഭാഷ്യത്തിന് മലയാളം കിട്ടും. കുജിമാരതന്ത്ര ഭാഷ്യത്തിൽ ഒരുപാട് ചികിത്സാവിധികളുണ്ട്. അപ്പോൾ അതെങ്ങാനും പയറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം മനുഷ്യർ അത് എന്തും അനുകരിക്കും. ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും മാതൃഭൂമിക്കാരോട് ഞാൻ പറഞ്ഞ് ഒരു ഇത് വെക്കണം, ടാഗ് എന്തെന്നറിയാം. ഇതിനെ ചികിത്സാവിധികൾ അനുകരിച്ചിട്ട് പിന്നെ ഉണ്ടാകുന്നതിന് കമ്പനി ഉത്തരവാദികളല്ല. കാരണം ഈ വാചീകരണം പോലത്തെ സാധനത്തിനൊക്കെ എന്തും ചെയ്ത് കളയും ആൾക്കാർ. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ചേരുവയൊക്കെ മാറ്റിയിട്ടു. കുജിമാരാന്തര ഭാഷ്യത്തിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള ചികിത്സയിലെ ചേരുവകളൊക്കെ മാറ്റി. അഥവാ ഉഴുന്നൊക്കെയാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഉഴുന്നൊക്കെയല്ല, കാരണം എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല, നമ്മൾ തല പോകും. അങ്ങനത്തെ കുറേ ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഗവേഷണം നമ്മൾ നോവലെഴുതി പോവല്ല, പെട്ടെന്നൊരു ഉതിപ്പ് വരും, അകത്ത് കിടക്കേണ്ടി വരുമോ ദൈവമേ എന്നുള്ളതിൽ ആ സാധനം. അപ്പം അതിനകത്തുള്ള മയിലിൻ്റെ പല്ല് എന്നൊക്കെ എന്നാലും എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും കിട്ടൂല എന്നുള്ള ഉറപ്പിൻ്റെ മുകളിലാണ് മയിലിൻ്റെ പല്ല് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്.
നിത്യയൗവനം ഉണ്ടാവാൻ എന്നൊക്കെ വളരെ ഓതൻറ്റിക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കള്ളത്തരാണ്. കാരണം എന്ന് വെച്ചാൽ കുജിമാരാന്ധ്ര ഭാഷത്തിൽ പോലും അതൊന്നുമില്ല. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്. പിന്നെ സത്യം പറഞ്ഞാൽ അതിനകത്ത് ചില സാധനങ്ങളെ പേര് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഡിക്ഷണറി തപ്പി എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ സന്തുഷ്ടപ്രകാരത്തിന് മാറ്റിയിട്ടുണ്ട്. അതായത് കുജിമാരാന്ധ്ര ഭാഷ റെഫർ ചെയ്തു എടുത്തു എന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. നാട്യശാസ്ത്രത്തിനകത്ത് തപ്പി നോക്കി എങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ നിലകൾ എന്താണെന്നറിയുന്നത്. അപ്പം നാട്യശാസ്ത്രവും കാമസൂത്രവും ഒക്കെ ഇക്കാര്യം പറയേണ്ടത്. അതായത് ഇപ്പം നിങ്ങളൊരു ആളിനെ നിങ്ങളുടെ ലൈംഗിക പങ്കാളിയാണെന്നുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ അധികാരത്തിൽ വയ്ക്കുകയൊന്നും വേണ്ട. അത് വേറെ ഒരു തരത്തിലാണ്. അത് ഗണികകളുടെ ഒരു പെരുമാറ്റ ചട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊരു കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതി സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നിയമപരിധികളൊക്കെ ബാധകം. പലതരം അയഞ്ഞ ജീവിതം അവിടെ സാധ്യമാണ്. ആ സാമൂഹിക ജീവിതം എന്താണെന്ന് നോക്കി. അപ്പം നാട്യശാസ്ത്രവും മഹാഭാരതവും കാമസൂത്രവും ഒക്കെ ഏകദേശം ഒരു റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം അങ്ങനെ അത് കണ്ടുപിടിക്കാൻ നോക്കി. അങ്ങനെ കുറേ തപ്പിയുണ്ട്. കഥ ഒരു വിഷയമായിരുന്നില്ല. മഹാഭാരതം ഈ പറഞ്ഞ പുരാണിക് എൻസൈക്ലോപീഡിയ ഇത്രയുള്ള ഒരു പച്ച നിറത്തിലുള്ള പുസ്തകം, തടിയ പുസ്തകം, ആ സാധനമാണ് പണ്ട് എനിക്ക് വായിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും തന്നെ. എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അമർചിത്ര കഥ പെട്ടെന്ന് തീർന്നു പോകും. ഇത്രയുള്ള ചെറിയ ബുക്കാണത്. അപ്പം എന്നിട്ട് അലട്ടും ഇതിൻ്റെ ബാക്കി കഥ പറയാമെന്ന് പറഞ്ഞിട്ട്. അർജുനൻ്റെ ബാക്കി കഥ, അർജുനൻ്റെ ഒരു കഥ മാത്രമാണ് അമർചിത്ര കഥയിൽ വരിക. അപ്പോൾ അതിന് തന്നതാണ്. മെനക്കെട്ട് ആ സാധനം വായിച്ചു. അപ്പം ഗുണവും ദോഷവും ഉണ്ട് ഞാൻ പഠിച്ച്. കാരണം അർജുനനെ പോലെ ഒരാളിനെ കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ സങ്കല്പം അന്നേരം. അത് വലിയ പ്രശ്നമാണ്. ആ സമയത്ത് നമ്മളത് അതിനകത്ത് വീഴും. പിന്നെ ഇങ്ങനെയൊക്കെ തുണിയൊക്കെ ഇട്ട് നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അതായത് പ്രിയദർശിനികളാവുക, ത്യാഗം ചെയ്യുക. ഭർത്താവ് എന്ത് തന്നെ നമ്മളോട് എന്നാ ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ ഒന്ന് തിരിച്ച് പറയാണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു പെൺകുട്ടിക്കാലത്തെ രൂപപ്പെടുത്തുന്നതിൽ പുരാണിക് എൻസൈക്ലോപീഡിയ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അൺലേൺ ചെയ്യാൻ കുറേ മെനക്കെട്ട്. അതായത് കഥകളെ മാത്രം അവിടെ നിർത്തിയിട്ട് അതിൻ്റെ പൊളിറ്റിക്സിനെയൊക്കെ ഊറ്റിക്കളയാൻ ഒരു 40-45 വയസ്സായി അത് പോയപ്പോൾ. അതൊരു പ്രശ്നമാണ്. അതായത് കഥ നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വായിച്ചിട്ട് എന്താണ് അർജുനന് വേണ്ടി എന്തും ചെയ്യാവുന്ന മനോനിലയുള്ള ഒരാളിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള മാറ്റമാണ് ഈ കാണുന്നത്. അതായത് പിന്നെ നമ്മൾ ആലോചിക്കും, അങ്ങനെ ഒരാളിനെ സ്നേഹിക്കുമ്പം ആ സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും എൻഗേജ് ചെയ്യുന്ന സമയത്ത് മനുഷ്യന് കിട്ടേണ്ടുന്ന സ്വാഭാവിക നീതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന സമയത്ത് അവിടെ അന്തസ്സ് ഇടറിപ്പോകുന്ന സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ട സമയത്ത് പണ്ട് അർജുനന് വേണ്ടി നന്നാവാൻ ശ്രമിച്ച ആ കാലം മനസ്സിലേക്ക് വരും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് താൻ മീൻ പിടിക്കുക എന്ന് പറയുന്നൊരു സാധനമാണത്. അപ്പോൾ ലോകത്ത് ഏത് സ്ത്രീക്കും അവളുടെ അന്തസ്സ് പ്രധാനമാണ്. ഏത് മനുഷ്യജീവിക്കും അത് പ്രധാനമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സമൂഹത്തിനും വലിയ പ്രാധാന്യമുള്ള ഒന്നായിരിക്കില്ല. പക്ഷെ അവളെങ്കിലും അതിനെ പ്രാധാന്യത്തോടെ കണ്ടില്ലെങ്കിൽ പിന്നെ ആര് കാണും? അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വത്വവുമായി ബന്ധപ്പെട്ടൊരു സംഘർഷമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വന്തം സ്വത്വവുമായി ഇടയേണ്ടി വരുന്ന, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന വിഭാഗക്കാർക്ക് സ്വാഭാവികമായൊരു ഐക്യം തോന്നും. ഒരു ട്രാൻസ്ജെൻഡറിനോട് കൂടുതൽ അടുപ്പം തോന്നുന്ന ഒരു സ്ത്രീക്കായിരിക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരൊരു ആധിപത്യത്തോട് ഒന്നിച്ച് എതിർക്കുന്നവരാണ്, ഒരു ആധിപത്യത്തിൻ്റെ നേരെ ഒന്നിച്ച് സമരം ചെയ്യുന്നവരാണ്, ഒന്നിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്ജെൻഡറുമായി കുറേ കൂടി മാനസിക ഐക്യം സാധ്യമാവുന്നത്, അവരുടെ സ്വത്വത്തോട് കുറച്ചുകൂടി വിലയനം സാധ്യമാകുന്നത് ഒരു സ്ത്രീക്കായിരിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് നിരമിത്രൻ്റെ ലിംഗാവസ്ഥ എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. ഏത് തരത്തിലും നിരമിത്രനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിനകത്ത് കാണാം അത്. നിരമിത്രന് ഇളയും തന്നെ, ബലനല്ല. നിരമിത്രനോട് അവൾക്കുള്ളൊരു ചെറിയൊരു സോഫ്റ്റ് കോർണർ കുറച്ച് സ്ഥലത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. വലിയ ഇഷ്ടമാണ് അവൾക്ക് നിരമിത്രനെ. അത് പുരുഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും അതെ, അതല്ല പുരുഷനല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണെങ്കിലും അതെ. നിരമിത്രൻ, ഇതിനകത്തുള്ള നിരമിത്രൻ സ്ത്രീ അല്ല എന്നുള്ളത് 100%. അതായത് സ്ത്രീയല്ല, കഥാപാത്രം സ്ത്രീയല്ല. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഘർഷമൊന്നും അത് അനുഭവിക്കുന്നില്ല. അത് പൂർണ്ണ പുരുഷനാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അയാൾ. അതായത് കലങ്ങിപ്പോകുന്ന, ദുർബലമായി പോകുന്ന ഒരു മസ്കുലിനിറ്റി ഉണ്ട്. അതിനെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ കുറച്ചുകൂടി വലിയ രൂപത്തിൽ നമ്മുടെ ആധുനികതയിൽ, ഉത്തരാധുനിക കാലത്ത് നമ്മൾ ഈ ജെൻഡറുകൾ, അതിൻ്റെ അതിർത്തികൾ കലങ്ങുന്ന സമയത്ത് നമ്മളത് കൃത്യമായി കാണും. അതായത് പിന്നെ ആണ് എന്ന് പറയുന്നത് ആണിൻ്റെ നിർമ്മിതിയിൽ നിന്നും കുതറാൻ ശ്രമിക്കുന്ന, ആണിന് ജന്മനാ കിട്ടിയിട്ടുള്ള പ്രിവിലേജുകളിൽ നിന്ന് മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ നമ്മൾ കാണുന്നത് ആ ഒരു രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ടാണ്. അത് അത്തരത്തിലുള്ള മനുഷ്യരെയും കൂടി കാണുമ്പോഴാണ് നിരമിത്രനെ പോലത്തെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ പറ്റുക. അതായത് സഹജീവിയോട് ഇഷ്ടമുള്ള, കണ്ണ് നനഞ്ഞു പോകുന്ന മനുഷ്യർ.
അത് വലിയ ഇപ്പോൾ ഒരു FB പോസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, കൃഷ്ണ എന്ന് പറയുന്നൊരു ആൾ എഴുതിയത്. അതായത് പൊതുവിടത്തിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ചില മര്യാദകളെ കുറിച്ചുള്ളൊരു സാധനമായിരുന്നു അത്. അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്, മറ്റൊരാളിന് ഉപദ്രവമാകുമെന്ന് കരുതിയിട്ട് കതക് പതുക്കെ അടയ്ക്കുന്ന ഒരാൾ. അതൊരു സമൂഹത്തിൽ മനുഷ്യൻ അങ്ങനെ ഞങ്ങളിപ്പം ആഞ്ഞടച്ച് പോയാലൊന്നും സംഭവിക്കാനില്ല, പക്ഷെ അങ്ങനെ അടയ്ക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരുതലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അടുത്തിരിക്കുന്ന ആൾ ഒച്ച ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പതുക്കെ കഥ അടയ്ക്കുന്ന ഒരു ജീവിയാണ് അതിനകത്ത് നിരമിത്രൻ. അതുകൊണ്ടാണ് അയാളെ ആണാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് എല്ലാവരും പരാജയപ്പെടുന്നത്. എനിക്ക് ഇങ്ങനത്തെ ആണാവണ്ടെന്ന് മാത്രമാണ് അയാൾ പറയുന്നത്. അയാളുടെ ഒരു ലിംഗസ്വത്വത്തിലുള്ളൊരു കലക്കമാണ് അവിടെ ഉദ്ദേശിച്ചത്. അതല്ലാതെ അതിനകത്തൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്ക് പോയിട്ടില്ല, സ്വത്വവുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള അങ്ങനെ പോയിട്ടില്ല. ദേശം വലിയൊരു പ്രശ്നമാണ്, കല്യാണിയിലാണെങ്കിലും അതെ, ഇതിലാണെങ്കിലും അതെ. ഇപ്പോൾ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 2 നോവലുകളിലും അത് ഏകദേശം വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും പറയാതെ വിട്ടുപോയ ഏതെങ്കിലും ചോദ്യം ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു. എല്ലാം കൂടി ചേർത്താണ് പറഞ്ഞത് അല്ലേ? ഇതുവരെയുള്ള ഇപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിൽ കൂടുതലും മോഷിക്കുന്നത് ആശങ്കകളാണ്. അതെന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയല്ലേ, ആശങ്കകളെല്ലാം ഉണ്ടാവും. സത്യമായിട്ടോ, കാരണം ഞാനൊരു ഭയങ്കര ഉത്കണ്ഠാജീവിയാണ്. അത് എൻ്റെ പേഴ്സണൽ പ്രോബ്ലമാണ്, ഞാൻ സ്വയം തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം കൂടി പണ്ട് ഏതോ ഒരു ജീവിയുടെ കഥ പറയില്ല, ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണോ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനത്തെ ഇത് ഓരോന്ന് എഴുതുമ്പോഴും ആ ആശങ്ക എനിക്ക് ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഓരോന്ന് ഇപ്പം ഇന്ത്യൻ മണവാട്ടി എഡിറ്റിങ്ങിലാണുള്ളത്. ഇപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ എഡിറ്ററോട് ഇത് വേണോ, നമുക്കത് മാറ്റിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്. നമുക്കിതങ്ങ് ഒഴിവാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതാണ് നല്ലത്. അത് ആ ഒരു ആശങ്കയും ഉത്കണ്ഠയും വിട്ടുപോകില്ല. കാരണം പറഞ്ഞില്ല, ഒരു വരി എഴുതി വെക്കുമ്പം ഉണ്ടാകുന്ന പ്രശ്നമാണിത്. വേറെ എഴുതുന്ന സമയത്താണെങ്കിൽ അത് ആലോചിക്കുമോ, പാഞ്ചാലിൻ്റെ അതായത് കൃഷ്ണയുടെ ഋതുകാലത്തെക്കുറിച്ച് വരെയും ആലോചിച്ചിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുഭവമുണ്ട്. കല്യാണി തൃശ്ശൂർ തന്നെ മറ്റേ സദസ്സിൻ്റെ ചർച്ചയ്ക്ക് ഞാനൊരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണിയിലെ പശുക്കളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചൊരു വണ്ടി പറയുന്നുണ്ട്. ആ വണ്ടിയുമായി ബന്ധപ്പെട്ട് വായനക്കാരുടെ അടുത്ത് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞത് ഇത് എഴുതുന്ന കാലത്ത് കേരളത്തിൽ ആ വണ്ടി ഇല്ല എന്നാണ്. അപ്പം ഞാൻ നേരത്തെ യുക്തിയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ആ സാധനം. അതായത് കല്യാണിയുടെ പശുക്കളെ കൊണ്ടുപോകുന്നത് പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ ടാർപോളിൻ ഇങ്ങനെ കെട്ടിയിട്ടുള്ള, ടാർപോളിനല്ല ഒരു ഷീറ്റ് കെട്ടിയിട്ടുള്ള ഒരു വണ്ടിയല്ലേ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പം ഞാൻ നിരായുധയായിപ്പോയി. എന്നാൽ അന്നേരം ഉദ്ദേശിച്ചത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു വണ്ടിയിൽ കല്യാണിയുടെ പശുക്കൾ അങ്ങോട്ട് പോയി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം അല്ലാണ്ട് ആ വണ്ടിയെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചില്ല. പക്ഷെ വായനക്കാർ അങ്ങനെ ആലോചിക്കും. എന്നിട്ട് പറയണം അങ്ങനത്തെ വണ്ടി അന്ന് കേരളത്തിലില്ലാന്ന്. പക്ഷെ ഞാൻ എവിടുന്നോ ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. നമ്മുടെ ഓർമ്മ നമ്മളെ പറ്റിക്കും. അതായത് നമ്മുടെ ഓർമ്മ, നമുക്ക് കൃത്യമായ ഓർമ്മയുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് പിന്നീട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയാം, നിങ്ങളുടെ മെമ്മറിന്ന് അത് കളവാണെന്ന് പറയും. പക്ഷെ ഞാൻ ഉറച്ച വിശ്വാസത്തിലായിരുന്നു, ഇല്ല ഞാൻ ആ വണ്ടി കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും തോന്നലായിരിക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു സാധനം, പുതിയ എഴുത്തുകാരി അങ്ങനെ നമുക്കിങ്ങനെ അങ്ങനെ വേറെ ലെഗസി ഒന്നുമില്ല, പിന്നെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം കല്യാണിയിൽ പശുക്കളെ കൊണ്ടുപോയ വണ്ടീൻ്റെ മുകളിൽ വരെ ചോദ്യം വന്നിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ചോദ്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായിരുന്നു കല്യാണി. അതിപ്പോഴും അതിൻ്റെ ഓഡിറ്റിങ് നടക്കുന്നുണ്ട്, നല്ല കാര്യം. പിന്നെ അതുകൊണ്ടാണ് ആ ഒരു ഉത്കണ്ഠ വരുന്നത്. അല്ലാണ്ട് പുസ്തകം നേരത്തെ ഈ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളല്ലോ, അതായത് നിരൂപണ വിമർശനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉത്കണ്ഠയുണ്ടെന്ന് അതില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പിന്നെ അത് ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൺവേ ചെയ്താലും വന്ന തെറ്റായിരിക്കാം. കാരണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതല്ലെന്നല്ല, ഏത് പുസ്തകത്തെയും എൻഗേജ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന ഇഷ്യൂ ആണ്. ഇപ്പോൾ വെറും മരിയ അത് അനുഭവിച്ചിട്ടിരിക്കുകയാണ്. ആ പുസ്തകം പിന്നെ ശരിക്കും അത്തരത്തിൽ നല്ല ചർച്ച ചെയ്യപ്പെടേണ്ട, കുറേ കൂടി ഉയർന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പുസ്തകമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ വലിയ പിന്നെ പൂർവ്വ പാരമ്പര്യം അവകാശപ്പെടാതെ പെട്ടെന്നൊരു സ്ത്രീയുടേതായിട്ടുള്ളൊരു പുസ്തകം വരുമ്പോൾ ഉണ്ടാകുന്ന, അതായത് നമ്മൾ അക്കാഡമിക് ലോകം അതിനെ അംഗീകരിക്കാൻ കുറേ സമയമെടുക്കും. അതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ കൂടി അംഗീകരിക്കപ്പെടേണ്ട പുസ്തകമാണ് മരിയ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനങ്ങൾ വരുന്ന സമയത്ത് ഏത് പുസ്തകവും ഒന്ന് ഇറങ്ങും താഴോട്ട്. പക്ഷേ വായന നടക്കും, അർഹിക്കുന്ന സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യപ്പെടണമെന്നില്ല, അത്രയേ ഉള്ളൂ. അതാണ് ഉത്കണ്ഠ കേട്ടോ. മറ്റേ ഉത്കണ്ഠയൊക്കെ എപ്പോഴും ഉണ്ട്, എഴുതിയാൽ എന്താവും എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ 4 നൂറ്റാണ്ട് മിണ്ടാതിരുന്നത്. അതായത് വിജയൻ, MT, ബഷീർ, തകഴി ഇവരൊക്കെ എഴുതപ്പെടുന്ന കാലത്ത് ചീത്ത കേട്ടവരാ, എഴുതുന്ന കാലത്ത്.
അവർ പിന്നീടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു എഴുതുന്ന കാലത്ത് അദ്ദേഹം സാഹിത്യകാരനേ അല്ലായിരുന്നു. ഇപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സാധനത്തിനെ എടുക്കുന്നത്. കേട്ടിട്ടില്ലേ? കേട്ടെന്ന് എൻ്റെ തോന്നല്. അല്ല, ഉണ്ടാവും ചില വ്യത്യാസം. പക്ഷെ ഞാൻ പറയുന്നത് ബഷീറൊക്കെ ഇഷ്ടം പോലെ എഴുതുന്ന കാലത്തും പ്രശ്നം ഉള്ള ആളാണ് ഞാൻ. ബഷീർ തകഴി എനിക്കൊന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് സ്ത്രീകൾ അത്രയും അതേതാണ്. സോഷ്യൽ മീഡിയ അന്ന് ഇത്ര ഇല്ലല്ലോ, ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇല്ലല്ലോ. അതാണ് ഈ വായനക്കാരുടെ കത്തിൽ നിന്ന് 4-5 തിരഞ്ഞെടുത്തിട്ട് പത്രാധിപർ കൊടുത്താലല്ലേ ഈ ചീത്തവിളി വരുന്നുള്ളൂ. അത് വായന ചർച്ചകളും ഇല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതാണ്ടായിരിക്കാം ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. പൊതുവേ കുഴിഞ്ഞിടം നഗരും, അതൊരു ലോകനീതിയാണ്. ആരില്ലെങ്കിലും മുന്നോട്ട്, അതാണ് നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം. അത്തരത്തിൽ ആരും അപ്രസക്തരാക്കിയതല്ല. അതുകൊണ്ട് പ്രസ്ഥാനം പിൻവലിക്കണമെന്നുള്ളത് അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്താ ഉള്ളത് നമ്മൾ ഈ ഒരു ചർച്ചയല്ല, ഏകപക്ഷീയമായിരുന്നു ഒരു പരിധി വരെ ഞാൻ. അപ്പം അത് പക്ഷേ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, അപ്പോൾ അതെന്തായാലും എനിക്ക് ആ ഒരു ആനുകൂല്യം കിട്ടണം. നിങ്ങളെല്ലാവരും ഇനി തുടർ ചർച്ചകൾ അത് വായിക്കാത്തവർ അത് വായിച്ചിട്ട് അഭിപ്രായം അറിയിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം. 2 നോവലുകളുടെയും പേരിൽ. കുറച്ച് മുമ്പ് തന്നെ ഞാനിവിടെ വന്നപ്പോൾ ഒരു കുട്ടി വന്ന് കെട്ടിപ്പിടിച്ച് വന്നിട്ട്, അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് നമ്മളെ ഹഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം ഉണ്ട്, നമ്മളോട് തോന്നുന്ന ഒരു അടുപ്പം എത്രയുണ്ട് എന്നുള്ളത്. അത് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ വാക്കുകളുടെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ 2 പുസ്തകങ്ങളുടെ മേലാണല്ലോ. അല്ലാതെ നമ്മൾ നേരത്തെ ബന്ധങ്ങളൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെല്ലാവരും അത്തരത്തിൽ പുസ്തകങ്ങളുടെ മുകളിൽ അന്വേഷിച്ച് വന്നവരാണ്. അപ്പോൾ അതൊരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു വലിയ കുടുംബമുണ്ട്. ആ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് ഈ വിളിക്കുന്നവരെയും ഇതുപോലത്തെ പരിപാടികൾക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നവരെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതും എനിക്ക്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് കല്യാണി ഉണ്ടാകുന്നത് 2019. അപ്പോൾ അവർ തന്നിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ കുറച്ച് മുമ്പ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ആത്മവിശ്വാസം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, എഴുത്തിൽ നമുക്ക് കിട്ടുന്ന, നന്നായിട്ട് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നൊരു ആത്മവിശ്വാസം വേറെയാണ്. അതെല്ലാവരും അത്തരത്തിൽ ആ കാലത്ത് ശ്രീ എം മുകുന്ദൻ അടക്കമുള്ള ആൾക്കാർ ആ FB-യിൽ ആ സാധനം എഴുതുന്ന സമയത്ത് വിളിക്കുകയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ യക്ഷി എന്നൊക്കെ പറയുന്ന സാധനം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച്, ചില സമയത്ത് യക്ഷിയെങ്കിൽ യക്ഷി എന്ന് ആലോചിക്കും മനുഷ്യർ. അങ്ങനെയുണ്ട്. അപ്പം സുരേഷ് കുമാർ, നമ്മുടെ കഥാകൃത്ത് സുരേഷ് കുമാർ, മന്ദപ്പൂമാരൻ്റെ കന്യകകൾ, പുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ. ആ കഥയുണ്ട് മന്ദപ്പൂമാരൻ്റെ കന്യക. അതിനകത്തുള്ളൊരു പരാമർശം, അത് തെയ്യെങ്കിൽ തെയ്യം എന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മനുഷ്യരോട് അതൊരു പറച്ചില്ല. അതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഉദ്ധരിക്കാറുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെയാണ് അത് മനുഷ്യൻ ചില സമയത്ത് സഹായത്തിന് ആരാ വരുന്ന, യക്ഷിയാണെങ്കിൽ യക്ഷി. അത് മറ്റൊരു തരത്തിൽ ബഷീർ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥയ്ക്കകത്ത് വരുന്നൊരു സാധനം. അപ്പോൾ ആരാണ് നമ്മുടെ അടുത്ത് നമ്മുടെ ആ ഒരു സങ്കടം ഷെയർ ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ പുറത്ത് തൊടാൻ ആരാ വരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പുറകെ കൂടി കൈ നീട്ടി വരുന്നൊരു കൈ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന കൈയാവണം എന്നില്ല. ചിലപ്പോൾ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ വരുന്ന കൈയായിരിക്കും. യക്ഷീൻ്റെ അടുത്ത് എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളതൊക്കെ എന്തായാലും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നല്ല, ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഇവിടുത്തെ രീതി എനിക്ക് അറിഞ്ഞുകൂടാ. തെക്കൻ തിരുവിതാംകൂറിൽ ദേവീക്ഷേത്രങ്ങളിൽ രക്ഷസ് ഉണ്ടല്ലേ, മാടൻ, മറുത, ഇങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാം ഓരോ സ്ഥാനങ്ങളുണ്ട്. യക്ഷിക്കും ഉണ്ട്. അപ്പോൾ കരിവളയാണ് യക്ഷിക്ക് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരെയും കൂടി നമ്മൾ പരിഗണിച്ച് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരുടെ കൂടെ, ആ കാലത്തെ മനുഷ്യരുടെ കൂടെ ഈ ദേവതകളെല്ലാം ജീവിക്കുന്നുണ്ട്. അവരെല്ലാവരും ജീവിക്കുന്നത്. തൈരുകാരി പെണ്ണുങ്ങളെ മുക്കിക്കൊന്നു എന്നുള്ളതെല്ലാം ഞാൻ കുട്ടിക്കാലത്ത് കേട്ട കഥയാണ്. യക്ഷി ഉച്ചയ്ക്ക് പോവരുത് എന്നൊക്കെ പറയാൻ വേണ്ടി പറയുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ യക്ഷിയൊക്കെ കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൂപ്പനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പശുവിനെ മേയിച്ച് നടക്കുന്ന അപ്പൂപ്പൻ പശുവിനെ മേയിച്ച് പോകുന്ന സമയത്ത് പിന്നെ ഒരു സ്ത്രീ പിന്നാലെ വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല, ഞങ്ങളിപ്പം കുളിക്കാൻ വരുവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു പോലും. പിന്നെ അദ്ദേഹം നേരെ തിരിച്ചു വന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത് അത് പിന്നെ ഏതോ സ്ത്രീയല്ല, അത് യക്ഷിയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ അതാണ് കഥ. അപ്പോൾ അത് അപ്പൂപ്പനാണ് അതിൻ്റെ തെളിവും സാക്ഷിയൊക്കെ അപ്പൂപ്പൻ തന്നെ. അതിനകത്ത് വേറെ ആരും വിശ്വസിക്കാനൊന്നുമില്ല. അടുത്തിരിക്കുന്ന ആൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ തന്നെ അങ്ങ് അടിച്ചാൽ മതി, അത് പിന്നെ ബാക്കി പിന്നെ ആൾക്കാർക്ക് അങ്ങ് കയറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ അവർ ഈ പറയുന്ന നാട്ടിൻപുറത്തുള്ള കഥ, യക്ഷീനെ കണ്ടു, ശരി, വേറെ കുഴപ്പമൊന്നുമില്ല, 2 കരിവെള്ളം എടുത്തോടെ കൊടുത്തേക്ക്. അപ്പോൾ ഇത്തരത്തിലാണ് നാട്ടിൻപുറം ഈ ദേവതകളെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം നാരായണ ഗുരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇത്തരം ആരാധനകളാണ് നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചാത്തൻ, മാടൻ, മറുത അതൊക്കെ നിർത്തിവെക്കാൻ അദ്ദേഹം പറയുന്നത്. അത് ആ കാലത്തൊരു പിന്നെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്.
ഒരു സാൻക്രിസ്റ്റൈസേഷനൊക്കെ പുള്ളി അംഗീകരിക്കുന്ന ആ ഒരു തലത്തിലാണ്. അപ്പം അത് വേറൊരു വിഷയം. പക്ഷെ സാധാരണ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം യക്ഷിയും പ്രേതത്തിനും ഭാസ്കരേട്ടനെ ഞാൻ മിഞ്ഞാന്ന് കണ്ടു എന്നെല്ലാം പറയുന്ന ആൾക്കാർ, അത് മരിച്ചുപോയതാണ് ഭാസ്കരേട്ടൻ. ഇപ്പോഴും അത് മരിച്ചതിന് ശേഷവും ഭാസ്കരേട്ടൻ തന്നെയാണ്, ആത്മാവും പ്രേതമൊന്നുമല്ല. ഭാസ്കരേട്ടനുണ്ട് അവിടെ നിൽക്കുന്നത്. ആ മരിക്കുന്നതിന് മുമ്പ് അയാൾ ഭാസ്കരേട്ടനായിരുന്നു, മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഭാസ്കരേട്ടൻ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ചായപ്പീടിയുടെ അടുത്ത്, അതേ വേഷം. അപ്പോൾ അത് അങ്ങനെ പറയുന്നത്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞ് പരിഹരിക്കാവുന്ന എന്തോ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ചേയിക്കുട്ടി അങ്ങനെ വരുന്നത്. അതിനകത്ത് ചേയിക്കുട്ടി മരിച്ചിട്ട് കയറി വരിക. ബുധനാഴ്ച മരണമായിരുന്നു, വ്യാഴാഴ്ച പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. അത് ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിലാണ് പഴമക്കാർ ഈ സാധനത്തിനെ എടുക്കുന്നത്. അപ്പോൾ ആ രുചികളൊന്നും പോകുന്നില്ല. മരണം എന്ന് പറയുമ്പം രുചികളും ഗന്ധങ്ങളും ഇല്ലാണ്ടായി പോകലാണ്. പക്ഷെ അതൊന്നും പോവാതെ അതൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് അവരെ റീപ്ലേസ് ചെയ്ത് പോകുന്നൊരു പഴമക്കാലം എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ സാധനമുണ്ട്. അമ്മ വരും എന്നാണ് പറയുക. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറയുന്നത് അമ്മ വരും, ഒരു ഉച്ചലാകുമ്പോഴേക്ക് അമ്മ വരും എന്നാണ് പറയുന്നത്. അത് അവർ മരണപ്പെട്ട ആളാണ്. അപ്പോൾ അത്തരത്തിൽ അമ്മയും വരും, അവിടെ അയാളെ അമ്മയും വരും. അങ്ങനെ 2 പേരും കൂടിയാണ് കാവൽ ഉത്സവത്തിന് പോകുക. ഞാൻ കേട്ട ആഖ്യാനാണ്. 2 ആളും കൂടി. എന്നിട്ട് നമ്മൾ നോക്കും എൻ്റെ അമ്മ. കാരണം ഈ പറഞ്ഞ പ്രേതം പിശാച് ഭൂതമൊക്കെ നമ്മളൊരു ആധുനിക വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിപ്പോയൊരു സാധനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നേടാത്തതുകൊണ്ട് അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പം യക്ഷിക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കറണ്ട് ഉള്ളതിനെ കൊണ്ട് പറ്റില്ലല്ലോ. ഇരുമ്പെല്ലാം അല്ലേ, ഇപ്പം നടക്കില്ല അത്. കാരണം അത് മഹാഭാരതം TV സീരിയൽ പണ്ട് BR ചോപ്രയുടേത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുരുക്ഷേത്ര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് കണ്ടുവരുന്നത് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഷൂട്ടിങ് അവർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. സൈറ്റിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഓർമ്മയുണ്ടാവും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക്. മഹാഭാരത സീരിയൽ കണ്ട ആൾക്കാർ നമ്മളൊന്നും അന്ന് അതിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ യുക്തി നമുക്ക് പ്രശ്നമല്ല. യുക്തി നിങ്ങൾക്ക് ബാക്കിയൊക്കെ വിശ്വസിക്കാം, പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. പോളിയോ അതിൻ്റെ പാടില്ലേ, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല ശരിക്ക്. ഇപ്പം എന്താ പറയുക, അന്ന് പോളിയോ ഇല്ല. നമ്മൾ ഋഷ്യശൃംഖലയാണ് കാണുന്നത്. ഇതല്ലേ പണ്ട് ഭാരതീയ അലങ്കാരികന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം. അതായത് നിങ്ങൾ സഹൃദയരാണ്. സഹൃദയർ പലതരത്തിലുണ്ട്. ഇതാണ് സതൃണാഭ്യവഹാരി എന്ന് പറയുന്ന കൂട്ടർ, പുല്ലടക്കം തിന്നുന്ന ടീമുകൾ. പിന്നെ വിവേകികൾ തിരിച്ച് അറിവുള്ള ആൾക്കാർ ഇങ്ങനെ എടുക്കും. ക്ഷീരനീരന്യായേന അറിവ് നല്ലത് എടുക്കാൻ അറിയും. മറ്റൊരു അരോചകി, ഒന്നും പിടിക്കൂല. എന്ത് എഴുതിയാലും മലയാളത്തിലുണ്ടായതല്ലേ, നടക്കൂല. അത് വിജയൻ തന്നെ, വിജയൻ വീണ്ടും പറയുന്നുണ്ട് മലയാളം ഈസ് എ ബാക്ക്വേർഡ് ലാംഗ്വേജ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ അത്ര ഒരാൾ. ഖസാക്കിൻ്റെ ഇതിഹാസം കോപ്പിയുടെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയാം. എന്തോ കാരണം ഈ മലയാളത്തിൽ ഇതുപോലത്തെ ഒരു നോവൽ വരില്ല എന്ന്. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഇംഗ്ലീഷിൽ ഏതോ നോവലിൻ്റെ പ്ലേജറിസമാണ്. വിജയനുണ്ടായ അനുഭവമാണ്, വിജയൻ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, നമുക്കൊരു ആത്മവിശ്വാസമില്ല നമ്മുടെ നാട്ടിൽ നല്ലതുണ്ടാവും എന്ന്. അപ്പോൾ ആ പ്രശ്നമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് ശരിക്കും ഈ നോവലുകളൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ഒറ്റയാളിൻ്റെ എഴുത്തല്ല. ഇതും പറഞ്ഞാൽ പ്രശ്നമാണ്. കല്യാണി ഞാൻ ഒറ്റയ്ക്ക് എഴുതിയതല്ല എന്ന് പറഞ്ഞാൽ അപ്പം നാളെ ഓൺലൈൻ വരാൻ പോകുന്ന അതല്ല. അതായത് കല്യാണി ഒറ്റയ്ക്ക് എഴുതല്ല, കല്യാണി കണ്ണൂർ ജില്ലക്കാർ മൊത്തം കൂടി, അപ്പുറത്തെ സൈഡിൽ കൊല്ലംകാരും എല്ലാവരും കൂടി എഴുതിച്ച സാധനമാണ്. ഒരു സ്ത്രീനെ കൊണ്ട് ഒരു നോവൽ എഴുതിക്കുവാണ് ചെയ്തെല്ലാവരും കൂടി. എൻ്റെ കുടുംബവും ഭർത്തൃ കുടുംബവും 2 ജില്ലകളും എല്ലാവരും കൂടി. അങ്ങനെയാണ് ആ സാധനം വരുന്നത്. എല്ലാ എഴുത്തുകാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യമാണ്. അവരെ കൊണ്ട് തള്ളി ഉന്തി എന്നൊരു സാധനം കൊണ്ടുവന്ന് വെച്ചതാണ് കല്യാണി. അപ്പോൾ അത് ആത്രേയത്തിന് 2 തമ്മിൽ യാതൊരു സമാനതയും ഇല്ലെന്ന് തോന്നുമെങ്കിലും അടിയിലൊക്കെ വായിച്ചു നോക്കുന്ന ആൾക്കാർക്ക് ചില സമാനതകളൊക്കെ കാണാം. അത് ബിസിനസ് ആയതുകൊണ്ട് പറയില്ല. എന്തായാലും ഇങ്ങനെ കാണാൻ പറ്റിയ എല്ലാവരെയും വലിയ സന്തോഷം. ഇനി എപ്പോഴെങ്കിലും ഇതുപോലത്തെ ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം, ഇവിടെ വരും. സംസാരിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. അതായത് തിരിച്ചും കേൾക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പുസ്തകങ്ങളായിട്ട് ഇങ്ങനെ ഇതൊരു ശരിക്കും വളരെ സ്വപ്നതുല്യമായിട്ടുള്ളൊരു സ്ഥലവുമാണ് ഇത്. നമ്മൾ അംഗീകരിച്ചിട്ട് ഇത് അല്ല, അതൊന്നും ഞാൻ അറിയില്ല. അങ്ങനത്തെ വിദൂരമായ കാഴ്ചകളൊക്കെ ഉള്ളൂ, അതായത് കണ്ടിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിൽ എല്ലാവരും അടിച്ച് പരത്തി വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതൊരു പബ്ലിഷിംഗ് ഹൗസിൻ്റെ ധൈര്യമാണ്. അതുകൊണ്ടാണ് അവരെന്നോട് ചോദിക്കുന്ന സമയത്ത് വേണോ എന്ന് അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത്, ഇറക്കണോ, എത്ര കോപ്പി, 100 കോപ്പി, ഇപ്പോഴും ചിരിക്കും അത് പറഞ്ഞിട്ട്. അപ്പോൾ അവർ തന്ന ഒരു ബലമുണ്ട്. അതായത് ഒരു കുടുംബം ആണ്,
അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഒരേ മുഖമാണ്. ഈ പറഞ്ഞ പോലെ കണ്ണനാണെങ്കിലും സുനിലിനാണെങ്കിലും സന്ദീപനാണെങ്കിലും ഇപ്പം തിരുവനന്തപുരത്ത് പ്രവീണാണെങ്കിലും അതിന് മാതൃഭൂമി എന്ന് പറയുമ്പോൾ എനിക്കൊരൊറ്റ ആളാണ്. അതായത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള ഒരാളിനെ മാതിരി ഒരു നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലത്താണ്, ഒരു പബ്ലിഷർ എന്നുള്ള നിലയ്ക്കുള്ളൊരു ബന്ധമല്ല അവരുമായിട്ട് എനിക്ക് ഉള്ളത്. ഒരു സൗഹൃദത്തിൻ്റെ കൂടി ഒരു തലം അതിനകത്ത് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് തൃശ്ശൂർ, അത് ഓർക്കുമ്പോൾ തന്നെ വളരെ ഊഷ്മളമായിട്ടുള്ളൊരു ഓർമ്മയാണ്. കാരണം ഈ ഒരു ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലായിടത്തും പോയി ഇരുന്നിട്ടതാ വായിക്കുന്ന കുറേ മനുഷ്യരെ കണ്ട് അവരോട് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഇടമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നന്ദി തൃശ്ശൂർ മാതൃഭൂമി ബുക്ക് സ്റ്റോളിനോട് ഉണ്ട്. ഇവിടെ വന്നിരുന്ന എല്ലാവരോടും സ്നേഹം.